എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 16 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 15 കൂടിയിട്ട് അവസാനിച്ചു. മെയ് 16 തീയതി നാളെ ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച അവധിക്കു ശേഷം 18 തീയതി തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമാകുക. 18 തീയതി മുതൽ 30 തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രമാണ് വാങ്ങാൻ കഴിയുക. ഇതിനു മുമ്പ് മെയ് മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കില്ല. കഴിഞ്ഞ മാസം മുതൽ തന്നെ മെയ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങിയതാണ്. സപ്ലൈകോ 10 ഇനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ബക്രീദ് കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബിരിയാണി അരി 3 കിലോ, പഞ്ചസാര 1 കിലോ, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി അപ്പപ്പൊടി 1 കിലോ, ശബരി ഗോൾഡ് ടീ 250 ഗ്രാം, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിങ്ങനെ 10 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് ലഭിക്കുക. ഇത് മെയ് 18 മുതൽ 26 വരെ വാങ്ങാൻ കഴിയും. പൊതുവിപണിയിൽ 1101 രൂപ വില വരുന്ന സാധനങ്ങൾ 850 രൂപക്കാണ് ലഭിക്കുക എന്നാണ് സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് വാങ്ങാൻ കഴിയുന്നതാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ പുതിയ തീരുമാനങ്ങൾ വന്നു തുടങ്ങി. പൈലറ്റ് വാഹനവും എസ്കോർട്ട് വാഹനവും മാത്രം മതി, മറ്റ് വാഹനങ്ങളുടെ സുരക്ഷ വേണ്ട എന്നും മറ്റ് അകമ്പടികളൊന്നും വേണ്ട എന്ന് VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന കറുപ്പ് കാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ ഉപയോഗിച്ചിരുന്നത് പോലെ പഴയ വെള്ളക്കാർ തന്നെയായിരിക്കും ഇനി സതീശൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് വിവരം. തന്റെ യാത്രക്കായി മറ്റു വാഹനങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത് എന്നും നിയുക്ത മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു യാത്ര നടത്തിയിരുന്നത്. ഏത് ഭാഗത്തേക്ക് യാത്ര നടത്തുകയാണ് എങ്കിലും മുഖ്യമന്ത്രി പാസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് റോഡ് ബ്ലോക്കാക്കി ആളുകളെ തടഞ്ഞുകൊണ്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. മുൻ മുഖ്യമന്ത്രിമാരൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല 30ഓളം വാഹനങ്ങളാണ് പിണറായി വിജയന് അകമ്പടി സേവിച്ചിരുന്നത്. ഇതിലൊരു മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ സതീശൻ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 2 വണ്ടി മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാജ്യത്ത് പെട്രോൾ, ഡീസൽ, CNG വില വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോളിന് 3 രൂപ 27 പൈസയും ഡീസലിന് 3 രൂപ 16 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പെട്രോൾ, ഡീസൽ നിരക്ക് ഇങ്ങനെയാണ്. തിരുവനന്തപുരം 110 രൂപ 75 പൈസ, കൊച്ചി 108 രൂപ 78 പൈസ, കോഴിക്കോട് 109 രൂപ 7 പൈസ. ഡീസലിന് തിരുവനന്തപുരത്ത് 99 രൂപ 63 പൈസ, കൊച്ചിയിൽ 97 രൂപ 67 പൈസ, കോഴിക്കോട് 97 രൂപ 96 പൈസ. ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട് ജീവിതഭാരം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അതായത് സംസ്ഥാനത്ത് മെയ് മാസത്തെ പെൻഷൻ വിതരണ നടപടികളുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അന്വേഷിച്ചതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഫോൺ കോൾ ഒന്ന് കേൾക്കുക. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ എന്നാ കിട്ടാറിയോ? ഓർഡർ ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഇറക്കിയതിന് ശേഷമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുമോ? അതോ നിർത്തിയെന്നൊക്കെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിർത്തിയ പോലെയാണ്. ഇനി പുതിയ സർക്കാരിന്റെ ഓർഡറിനനുസരിച്ചായിരിക്കും അല്ലെ? എന്തിന്റെ ആണേലും ഓർഡർ ഗവൺമെന്റിൽ നിന്ന് ഇറക്കുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഫണ്ട് കൊടുക്കുക. അതെ. അപ്പൊ പുതിയ സർക്കാർ അധികാരത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാം സാധ്യത. എനിക്ക് പറയാനുള്ള വോയിസ് ഇല്ല. എന്നാലും അങ്ങനെ ഒരു ഊഹം വെച്ച് പറഞ്ഞു. എനിക്ക് അതിനുള്ള അധികാരമില്ല. അപ്പൊ സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഓർഡറുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഓർഡർ കിട്ടിയാൽ മാത്രമേ പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകൂ. അത് ഏത് പെൻഷൻ ആയാലും, സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയാലും ക്ഷേമ പെൻഷൻ ആയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാകൂ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ മാർച്ച് മാസത്തിൽ തന്നെ കഴിഞ്ഞ സർക്കാർ
ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് അത് വിതരണം ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടാകും. ചീഫ് സെക്രട്ടറിക്കോ മറ്റോ അത് വിതരണം ചെയ്യാനുള്ള അധികാരം ഉണ്ടായേക്കാം. പക്ഷേ പുതിയ സർക്കാർ തിങ്കളാഴ്ച അധികാരമേൽക്കുകയാണ്. അതിനുശേഷം തന്നെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത്. നേരത്തെ ഉത്തരവ് വന്നതാണ് എങ്കിലും പുതിയ സർക്കാർ ആ ഒരു ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ പതിവ് പോലെ 25-ാം തീയതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18-ാം തീയതി തിങ്കളാഴ്ചയാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ശേഷം നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 25-ാം തീയതി നമുക്ക് കാത്തിരുന്നാൽ മതി, അതിനു മുമ്പ് ലഭിക്കില്ല. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസം ലഭിക്കില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. കഴിഞ്ഞ മാസം അത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരാണ് അത് കൊണ്ടുവന്നത്, നിർത്തിയതും ആ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനാകൂ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതും ഉടനെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നിരന്തരം ബന്ധപ്പെടും. എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ